വയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ വിശ്വാസ സമൂഹമേ, വിശുദ്ധ ബൈബിളിൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: എൻ്റെ കർത്താവിൻ്റെ അമ്മയുടെ ശബ്ദം ചെവികൾ പതിച്ചപ്പോൾ അവിടെ ഉള്ളിൽ പ്രജ സന്തോഷത്തിൽ കുതിച്ച് തുള്ളി എന്നുള്ളത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ശബ്ദം തൻ്റെ കാതുകളിലേക്ക് പതിക്കുന്നതായ അനുഭവത്തിൽ സന്തോഷം പകരുന്നതായ അനുഭവത്തെയാണ് ഇവിടെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ സമൂഹ ജീവിതത്തിൽ പലപ്പോഴും അസമാധാനത്തിൻ്റെയും അരാജകത്തിൻ്റെയും അനുഭവത്തിലാണ് ജീവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഇന്ന് കൂടുതലും അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് സന്തോഷം ഉളവാക്കുന്നതായ ശബ്ദങ്ങളെ കേൾക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാകുന്നു. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് എവർക്കും സുപരിചിതമാകുന്നുവല്ലോ. എലിസബത്ത് സക്രിയ പുരോഹിതൻ്റെ ഭാര്യയായിരിക്കുന്ന എലിസബത്ത് തൻ്റെ വാർദ്ധക്യത്തിൽ ഗർഭവതി ആയിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്നതായ വാർത്ത ദൈവത്തിൻ്റെ പ്രധാന ദൂതനായ ഗബ്രിയേൽ മുഖേന കന്യകമറിയാമിനെ ദൈവം തമ്പുരാൻ്റെ ആയിരിക്കുന്നതായ ആ ജനത്തിന് അനുഭവത്തെക്കുറിച്ച് വചനിപ്പ് നടത്തുന്നതായ അനുഭവത്തിൽ ഇതാ നിൻ്റെ ചർച്ചക്കാരി എലിസബത്തിന് ഇത് 6-ാം മാസമാകുന്നു എന്ന് അവിടെ അരുളിച്ചതനുസരിച്ച് തൻ്റെ ബന്ധു കൂടിയായിരിക്കുന്ന എലിസബത്തിനെ കാണുവാൻ വേണ്ടി പരിശുദ്ധ കന്യകമറിയാം അമ്മ കടന്നു വരുന്നതായ സാഹചര്യത്തിലാണ് അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം ബഹുമാന പുരസ്സരം അഭിവാദനം ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ എലിസബത്ത് പറയുകയാണ്: നിൻ്റെ ശബ്ദം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ പ്രജ എൻ്റെ ഗർഭപാത്രത്തിൽ സന്തോഷത്താൽ തുള്ളി എന്നുള്ളത്. ഇന്ന് നമ്മുടെ അനുദിനമാം ജീവിതത്തിൽ നമ്മുടെ ശബ്ദം മറ്റുള്ളവരിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാര രീതിയിൽ കൂടി നമ്മുടെ മെസ്സേജുകളൊക്കെയും ഓരോരുത്തർക്ക് അവിടേക്ക് പകർന്നു ചെല്ലുമ്പോൾ ഏത് പ്രതികരണമാകുന്നു ഇന്ന് ഉളവാകുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അസഹിഷ്ണുതയുടെ ആയിരിക്കുന്നതായ അനുഭവത്തിൽ അസമാധാനം വിളയാടുന്നതായ ഒരു കാലഘട്ടത്തിൻ്റെ അനുഭവത്തിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ഇവിടെ ഈ വേദവാക്യം പറയുകയാണ്: ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ശബ്ദം കേൾക്കുന്ന മുഖാന്തരം സന്തോഷം ഉളവാകുന്നു എന്നുള്ളത്. ഇന്ന് നമ്മുടെ ചെവികളിൽ 24 മണിക്കൂറും മൊബൈൽ ഫോണുണ്ട്, പലവിധമാം ശബ്ദങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്.
മറ്റ് മാധ്യമങ്ങൾ കൂടിയും എപ്പോഴും ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ ആയിട്ടുപോലും അവിടെ സന്തോഷം പ്രദാനം ചെയ്യുവാനായിട്ട് ഇതിനൊന്നിനും സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ശബ്ദം കേട്ടപ്പോൾ അവർക്ക് സന്തോഷം ഉളകുവാനായിട്ട് മുഖാന്തരമായിത്തീരുന്നത്? വിശുദ്ധവചനം പഠിപ്പിക്കുകയാണ്, പരിശുദ്ധ കന്യക മറിയാമിൽ ദൈവം വസിച്ചിരുന്നു എന്നുള്ളത്. അവിടെ നമുക്കറിയാം, അതിന് മുമ്പേ ആയിരിക്കുന്ന അനുഭവത്തിൽ വേദഭാഗത്ത് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ നീ ഗർഭവതിയാകും, നിന്നിൽ വസിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്നുള്ളതായിരിക്കുന്ന അനുഭവം. ദൈവം ഉള്ളിൽ വസിക്കുന്ന അനുഭവത്തിൽ മറ്റുള്ളവരിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവർക്ക് സന്തോഷം പങ്കിടുവാനായിട്ട് ഇവിടെ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പ്രിയരെ, ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സന്തോഷം സ്നേഹവും പ്രദാനം ചെയ്യത്തക്കവണ്ണമാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നത്. തൻ്റെ അമ്മയുടെ ആയിരിക്കുന്നതായ ജീവിത അനുഭവം ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നതും ഇത് തന്നെയാകുന്നുവല്ലോ. നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന അനുഭവത്തിൽ സന്തോഷത്തിൻ്റെ വാർത്തയെ പ്രദാനം ചെയ്യുവാൻ ക്രിസ്മസിൻ്റെ ആയിരിക്കുന്നതായ അനുഭവത്തിലേക്ക് വരുമ്പോൾ സർവ്വ ലോകത്തിനുമുണ്ടാകാനുള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവികമാം അനുഭവം എവിടെയൊക്കെയും ആരെല്ലാം എവിടെയെല്ലാം പറഞ്ഞു കൊടുത്തുവോ, എവിടെയെല്ലാം പ്രവർത്തിച്ചുവോ, അവിടെയൊക്കെയും സന്തോഷത്തിൻ്റെ അനുഭവത്തെയാണ് പ്രദാനം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. യേശു തമ്പുരാൻ്റെ ശുശ്രൂഷയുടെ ആയിരിക്കുന്ന പരശുശ്രൂഷ അനുഭവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കടന്നു ചെല്ലുന്നതായിരിക്കുന്ന പ്രദേശങ്ങളിൽ, ഭവനങ്ങളിൽ, വ്യക്തികളിൽ, അവിടെയെല്ലാം സന്തോഷമാണ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ അതിനു മുമ്പേ ഉള്ളതായിരിക്കുന്ന സാഹചര്യങ്ങൾ, അവരുടെ ജീവിത അനുഭവങ്ങൾ കലുഷിതമാണ്. പ്രയാസങ്ങളായിരിക്കാം, പ്രതിസന്ധികളാകാം, ഒറ്റപ്പെട്ടതാകാം, മാറി നിൽക്കുന്ന അനുഭവങ്ങളാകാം. പക്ഷേ ദൈവിക സാന്നിധ്യം അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അനുഭവത്തിൽ സന്തോഷത്തിൻ്റെ അനുഭവത്തെയാണ് മുഖാന്തരമായി തീരുന്നത്. പുൽക്കുടിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ ക്ഷീണത്തിൻ്റെ അനുഭവത്തിൽ മയങ്ങുന്നതായിരിക്കുന്ന ആട്ടിടയന്മാരുടെ ജീവിതത്തിലേക്ക്, പ്രവർത്തനത്തിൻ്റെയും ജോലിഭാരത്തിൻ്റെയും പ്രയാസങ്ങളുടെ നടുവിൽ അവർ ക്ഷീണിതരായി ഉറങ്ങുന്ന അനുഭവത്തിൽ കേൾക്കുന്ന ശബ്ദം സന്തോഷത്തിൻ്റെ ശബ്ദമാണ്. അത് മുഖാന്തരം അവർ കടന്നു ചെല്ലുമ്പോൾ കാണുവാനായിട്ടും സാധിക്കുന്നത് ദൈവീകമായിരിക്കുന്ന ദർശനത്തെയാണ്. ദൈവീകമായിരിക്കുന്ന സന്തോഷം നാം അനുഭവിക്കുന്നുവെങ്കിൽ, ആ ദൈവിക അനുഭവം നമ്മൾ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നാം എവിടെയൊക്കെയും കടന്നു ചെന്നാലും അവിടെ സന്തോഷത്തെ പകർന്നു നൽകുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ ഇതാ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക്, സക്രിയ പുരോഹിതൻ്റെ ഭവനത്തിലേക്ക് പരിശുദ്ധ കന്യക മറിയാം കടന്നു വരികയാണ്. ആ ഒരു പശ്ചാത്തലം എടുക്കുമ്പോൾ നമുക്കറിയുവാൻ സാധിക്കും, വാർദ്ധക്യത്തിൽ ഗർഭവതിയായിരിക്കുന്ന അനുഭവത്തിൽ ഒരു പക്ഷെങ്കിൽ ആ സമൂഹം തന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, തന്നെക്കുറിച്ച് എന്തു പറയുമെന്നോ പരിഹസിക്കുമെന്നുള്ളതായിരിക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കുന്ന എലിസബത്തിൻ്റെ സന്നിധിയിലേക്കാണ് ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന ഇവിടെ വേദഭാഗത്ത് പറയുന്നുണ്ട്, മലമുകളിലേക്ക് അവൾ ബന്ധപ്പെട്ട് കന്യക മറിയാം ചെന്നു എന്നുള്ളത്. സമൂഹത്തിൻ്റെ ആയിരിക്കുന്ന പ്രതികരണത്തെയും ശബ്ദങ്ങളെയും ഭയന്നുകൊണ്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന ജീവിത അനുഭവത്തിലേക്ക് കടന്നു വരുന്നതായ പരിശുദ്ധ കന്യക മറിയാമിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ സഹായമായിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുന്ന അമ്മയെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതേപോലെ നമ്മുടെയും ജീവിതത്തിൽ പ്രയാസപ്പെടുന്നതായിരിക്കുന്ന സമൂഹങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് ഒറ്റപ്പെട്ടോ മാറിയോ മാറ്റി നിർത്തിയിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഒരു അഭിവാദനം തന്നെ അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യും. ഇവിടെ ഇതാ ആ ആകുലത്തിൻ്റെതായിരിക്കുന്ന ഒരു പക്ഷെങ്കിൽ സമൂഹത്തിൻ്റെ പരിഹാസം കേൾക്കേണ്ടി വന്ന സാഹചര്യത്തിൽ പ്രയാസത്തിൻ്റെയും വിഷമത്തിൻ്റെയും അനുഭവത്തിലായിരിക്കുന്ന എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ഇവിടെ കന്യക മറിയാം കടന്നു വരുമ്പോൾ തൻ്റെ ആദ്യ വചനത്തിൽ തന്നെ അവിടെ സന്തോഷം പങ്കിടുന്ന അനുഭവത്തെ കാണുവാൻ സാധിക്കും. ഒരു പക്ഷെങ്കിൽ സമൂഹപരമായും സ്ഥാനപരമായും നോക്കുമ്പോൾ ഒരു പുരോഹിതൻ്റെ ഭാര്യ എന്ന നിലയിൽ
ഗോത്രപരമായും നോക്കുമ്പോൾ ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്നതായ ഒരു വ്യക്തിയായിട്ടാണ് എലിസബത്തിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ പരിശുദ്ധ കന്യാമറിയാമിനെ നോക്കുമ്പോൾ ഒരു തച്ചന് ഭാര്യയായി നിശ്ചയിച്ചിരിക്കുന്നതായ കന്യകയായ ഒരു ബാലിക. ഇവിടെ സ്ഥാനങ്ങളോ പദവികളോ കുലമഹിമയോ അവിടെ അതിന് ഒരു തടസ്സമാകുന്നില്ല. അവിടെ ആ ഒരു രീതിയിലുള്ള വേർതിരിവുകളില്ലാതെ പരസ്പരം അംഗീകരിക്കുന്നതായ രണ്ട് മഹാ വ്യക്തികളെയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്നതായ കൃപകൾ, അവരുടെ ജീവിതത്തിൽ ദൈവം വസിക്കുന്നത് കൊണ്ടാണ് പരസ്പരം ഇവർക്ക് അംഗീകരിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ലോകത്തിൽ അംഗീകരിക്കുവാൻ പലർക്കും സാധിക്കാതെ പോകുന്നതിൻ്റെയും കാരണം ഇതുതന്നെയാണ്. ദൈവം വസിക്കുന്നുവെങ്കിൽ, ദൈവികമായ അനുഭവത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷത്തിൻ്റെ അനുഭവം പ്രദാനം ചെയ്യുവാനും സാഹോദര്യത്തിൽ അടുത്തു നിൽക്കുവാനും ആയിരിക്കുന്ന അനുഭവങ്ങളെ, പ്രതിസന്ധികളെ മറികടക്കുവാനായിട്ടും സാധിക്കും. കന്യാമറിയാമിൻ്റെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പ്രതിസന്ധികളുണ്ട്, ഇല്ല എന്നുള്ളതല്ല. ഈ പ്രതിസന്ധികളൊക്കെയും പങ്കുവെക്കുമ്പോൾ ലഘൂകരിക്കുന്ന അനുഭവത്തിലേക്കാണ് ഈ അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാലികയായിരിക്കുന്നതായ ഒരു വ്യക്തിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നതായ ഒരു യുവതി ഗർഭവതിയായിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടാൽ ഇന്നെന്ന പോലെ അന്നത്തെ സാഹചര്യത്തിലും തീർച്ചയായിട്ടും കഠിനമായിരിക്കുന്നതായ ശിക്ഷാവിധികൾ ഉള്ളതായിരിക്കുന്നതായ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുമ്പോൾ ദൈവികമാം നിശ്ചയം നിൻ്റെ ഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ എന്നുള്ളതായിരിക്കുന്നതായ ആ ഉത്തരത്തോടുകൂടി കടന്നു വരുന്നതായ കന്യാമറിയാമിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്തു പറയും, അതിലുപരിയായി തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ആ വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങളും ഇനിയും തന്നെ എന്താണ്, ഏത് തീരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ള വ്യാകുല ചിന്തകളും ജീവിതത്തിൻ്റെ പ്രയാസങ്ങളൊക്കെയും അവിടെയുണ്ട്. ഇതൊന്നും അവിടെ തടസ്സമാകുന്നില്ല. ദൈവം വസിക്കുന്ന അനുഭവങ്ങളിൽ ദൈവിക നടത്തിപ്പിനനുസരിച്ച് മുന്നോട്ട് ജീവിക്കുമ്പോൾ ഇതൊന്നും അവിടെ തടസ്സമാകുകയില്ല. പ്രിയരെ, നമ്മുടെയും ജീവിതത്തിൽ ഇതേപോലെ അനവധിയായിരിക്കുന്ന വ്യാകുലമാം ചിന്തകളുണ്ട്. ഇനിയും എന്താണ് എൻ്റെ ജീവിതത്തിൽ, ഞാൻ ഇനി അഭിമുഖീകരിക്കുവാൻ പോകുന്ന എൻ്റെ ജീവിതത്തിൽ ഇതൊരു അവസാനമാകുന്നുവോ? ഒരു പക്ഷെങ്കിൽ കന്യാമറിയാമിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്ത കടന്നു വരാം. കാരണം ഈ ഒരു അവസ്ഥയിൽ വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെടുന്ന മുമ്പ് ഗർഭവതി ആകുന്ന ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള നിയമസംഹിത ഉള്ള ഒരു സാഹചര്യത്തിലാണ്. ഇനിയും ജീവിതത്തിനപ്പുറം ഒന്നില്ല എന്നുള്ള അനുഭവത്തിൽ നിൽക്കുമ്പോഴും പ്രത്യാശയോട് കടന്നു വരുവാനായിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് യാത്ര ചെയ്യുന്ന അനുഭവത്തെയാണ് കന്യാമറിയാമിൽ കാണുന്നത്. നമ്മുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അവിടെ തിരിച്ചറിയുക, ദൈവം നമ്മൾ വസിക്കുന്നുവെങ്കിൽ ഇതിനെ തരണം ചെയ്യുവാനായിട്ട്, പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സന്തോഷത്തെ പകർന്നു നൽകുവാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് കന്യകമറിയാം എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യാതൊരു തടസ്സവുമില്ലാതെ എലിസബത്ത് ഈ ബാലികയെ സ്വീകരിക്കുന്നത്. അവിടെ ആ ബാലികയുടെ ആയിരിക്കുന്ന കന്യാമറിയാമിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ സന്തോഷമുളവാകുമ്പോൾ അവിടെ ഉള്ളിൽ ഉരുവായിരിക്കുന്ന ശിശുവും ഈ സന്തോഷത്തിൽ പങ്കുചേരുക. തലമുറകൾ സന്തോഷത്തിൽ പങ്കുചേരുന്നു. ഇന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമോ വരും തലമുറ ഏത് രീതിയിൽ സന്തോഷത്തിൽ ജീവിക്കുമെന്ന്? അശാന്തിയുടെ ആയിരിക്കുന്ന അനുഭവത്തിലല്ലേ പലപ്പോഴും ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. സന്തോഷത്തിൽ അനുഭവത്തിലേക്ക് വരും തലമുറയെ കൈപിടിച്ച് നടത്തുവാൻ ഇനിയും എന്താണ് നമുക്ക് പറയുവാനായിട്ട് ഉള്ളത്? അവിടെ ഇതാ വചനം നമ്മെ സാക്ഷീകരിക്കുന്നു. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ദൈവം വസിക്കുന്നുവെങ്കിൽ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. ഈ സന്തോഷം എന്ന് പറയുന്നത് ലോകപ്രകാരം നൽകുന്ന സന്തോഷമല്ല. ലോകരക്ഷകനെ, ലോകത്തിനെ ദർശിക്കത്തക്കവണ്ണം നൽകിയ കന്യാമറിയാമിൻ്റെ ജീവിതം ഒരു പക്ഷേ അതുവരെ, പഴയ നിയമത്തിൻ്റെ അനുഭവം വരെ, ദൈവികമായ അനുഭവം ദൂരെ നിന്ന് പോലും കാണുവാനായിട്ട് പ്രയാസപ്പെടുന്നതായിരിക്കുന്ന അടുത്ത് ചെല്ലുവാൻ സാധിക്കാത്ത അനുഭവത്തെ പരിശുദ്ധ കന്യാമറിയാമിൽ കൂടി അടുത്തറിയുവാനായി ദൈവപുത്രനിൽ കൂടി നമുക്ക് മുഖാന്തരമായി തീരുന്നുണ്ട്.
പക്ഷേ പരിശുദ്ധ കന്യാമറിയാമിൻ്റെ തുടർന്നുള്ള ജീവിത സന്തോഷം എന്ന് പറയുന്നത് പ്രയാസങ്ങളുടെയും പ്രതിസന്ധിയുടെ അനുഭവത്തിൽ കൂടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ്. പുത്രനെ ലഭിച്ച ശേഷമുള്ളതായിരിക്കുന്ന ജീവിതയാത്രയിൽ മരുഭൂമിയിലേക്കുള്ള ഓടിപ്പോക്ക്, അതിനുശേഷം പരസ്യ ശുശ്രൂഷ അനുഭവത്തിലേക്ക് തൻ്റെ പുത്രൻ വന്ന് പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിലെ അധിപന്മാരും പണ്ഡിതന്മാരും പല വിധത്തിലുള്ളതായിരിക്കുന്ന രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നതായ ജീവിത സാഹചര്യങ്ങൾ, ഏറ്റവും അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ പുത്രനെ കുറ്റാരോപണം ചെയ്ത് ക്രൂശീകരിക്കുന്ന അനുഭവത്തിൽ അതിനും സാക്ഷിയാകേണ്ടതായ ജീവിതത്തെയാണ് കന്യാമറിയാം എന്ന വ്യക്തിയുടെ ആ ജീവിതത്തിലെ സന്തോഷാനുഭവം എന്ന് പറയുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ക്രൂശിൽ കിടന്നുകൊണ്ട് പുത്രൻ തമ്പുരാൻ പറയുന്നുണ്ട്, താൻ ഏറ്റവും സ്നേഹിച്ചിരിക്കുന്നതായ ശിഷ്യൻ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് പറയുകയാണ്, അല്ലയോ യോഹന്നാനെ, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് പറയുക, അമ്മേ ഇതാ നിൻ്റെ മകൻ. തൻ്റെ അമ്മയെ പരിശുദ്ധ സഭയിലേക്ക് അവിടെ ഏൽപ്പിക്കുകയാണ്. യോഹന്നാൻ ശ്ലീഹായെ അവിടെ നമുക്ക് പ്രതിനിധിയായി കാണുവാൻ സാധിക്കുന്ന പരിശുദ്ധ സഭയുടെ പ്രതിനിധിയായിട്ടാണ്. ക്രിസ്തീയ സഭയുടെ പ്രതിനിധിയായ ശിഷ്യനായിട്ട് യോഹന്നാൻ ശ്ലീഹായെ ഈ പരിശുദ്ധ കന്യാമറിയാമിനെ ഏൽപ്പിക്കുകയാണ്. അന്നു മുതൽ വചനം അവിടെ സാക്ഷീകരിക്കുന്നത്, ആ നാഴിക മുതൽ അവൻ അവളെ തൻ്റെ ഭവനത്തിൽ കൈക്കൊണ്ടു. വിശുദ്ധ സഭയിൽ തീർച്ചയായിട്ടും പരിശുദ്ധ മാതാവിനെ കൊണ്ടിരിക്കുന്ന അനുഭവം ഇതുതന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്നുണ്ട്, പരിശുദ്ധ സ്ലീഹന്മാരോട് ചേർന്നുകൊണ്ട് ഒന്നിച്ച് നിന്നുകൊണ്ട് ആരാധിക്കുന്നതായിരിക്കുന്നതായ പരിശുദ്ധ കന്യാമറിയാമിനെ. നമ്മുടെ ആരാധനയിലൊക്കെയും നമ്മൾ പാടുമ്പോഴും പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ നാം അഭയം പ്രാപിക്കുമ്പോഴും ഇതുതന്നെയാണ് നമ്മളവിടെ പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യുന്നത്. ഈ നമ്മുടെ ഗാനങ്ങളിലൊക്കെയും കാണുവാൻ സാധിക്കുന്നു, നിഷ്ഠയിൽ നിന്നെ പെറ്റ പാവന കന്യകയോടൊപ്പം നാദാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. പരിശുദ്ധ കന്യകയുടെ ഒപ്പം നാദാ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പരിശുദ്ധ മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതായ വലിയൊരു അനുഭവത്തെയും നമുക്ക് ഇവിടെ കാണുവാൻ സാക്ഷീകരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവികമാം അനുഭവം നമ്മിൽ വസിക്കുന്ന പ്രിയരെ, മറ്റുള്ളവരിലേക്ക് സന്തോഷം പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാ കന്യകമറിയാം ബന്ധപ്പെട്ട് ഇവിടേക്ക് കടന്നു വരുന്നു. ഒരു നിശ്ചയദാർഢ്യത്തെയാണ് കാണുവാൻ സാധിക്കുക. എനിക്ക് ആ ഭവനത്തിലേക്ക് പോകണം. എലിസബത്ത് ഗർഭവതിയാകുന്നു, അവൾക്ക് ശുശ്രൂഷയുടെ ആവശ്യമുണ്ട്. എൻ്റെ ആയിരിക്കുന്ന സാന്നിധ്യവും എൻ്റെ ശുശ്രൂഷയും മറ്റൊരു വ്യക്തിക്ക് ആവശ്യമുണ്ടെന്നുള്ള തിരിച്ചറിവ് വേണമെങ്കിൽ കന്യാമറിയാൻ ഒഴിവുകൾ വരാം. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു, ലോകരക്ഷകനെ എൻ്റെ ഉള്ളിൽ ഉരുവായിരിക്കുന്നു, അതുകൊണ്ട് ഇനി ഞാൻ മറ്റൊരു വ്യക്തിയാകുന്നു എന്നുള്ള പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ശുശ്രൂഷയുടെ അനുഭവത്തെയാണ് കന്യാമറിയാമിൽ കാണുവാൻ സാധിക്കുന്നത്. ആവശ്യമായിരിക്കുന്നത് ആ ഭവനത്തിൽ എലിസബത്തിന് ഇത് 6-ാം മാസമാകുന്നു എന്നുള്ളതായിരിക്കുന്ന ദൈവിക വചനം കേട്ടുകൊണ്ട് അവിടേക്ക് ബന്ധപ്പെട്ട് എത്രയും വേഗം അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. വളരെ ദൂരം യാത്ര ചെയ്ത് ആ ഭവനത്തിൽ ചെന്ന് അവിടെ കൂടെ വസിച്ചു എന്നാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ പരിചരണങ്ങളും എല്ലാ ശുശ്രൂഷകളും ഇവിടെ കന്യകമറിയാം നിവർത്തിക്കുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ നാം കടന്നു ചെല്ലേണ്ട എന്തുമാത്രം മേഖലകളുണ്ട്. എവിടെയെല്ലാം പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്നവരുണ്ട്. കന്യകമറിയാമിൻ്റെ ഈ സാക്ഷ്യം വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശു തമ്പുരാൻ തൻ്റെ ശുശ്രൂഷ സമയത്ത് ആദ്യം ചെയ്തിരിക്കുന്നതായ അത്ഭുത പ്രവൃത്തി നടന്നിരിക്കുന്നതായ കാനാവിലെ വിരുന്നു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ആ ഭവനത്തിൽ അതുവരെ സന്തോഷമുണ്ടായിരുന്നു. ലോകപ്രകാരം വീഞ്ഞുണ്ടായിരുന്നു, ഭക്ഷണമുണ്ടായിരുന്നു, ബന്ധുമിത്രാദികൾ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ ഒരു സന്ദർഭം വന്നപ്പോൾ അവർക്ക് വേണ്ടിയിരിക്കുന്നതായ പ്രധാന വിഭവമായിരിക്കുന്ന വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. കുടുംബത്തിലെ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് മാതാവ് അവിടേക്ക് ഇടപെടുകയാണ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ എവിടെയൊക്കെയും ആരുടെയും ജീവിതത്തിലുണ്ടാകുമോ തീർച്ചയായിട്ടും അവിടേക്ക് കടന്നു വരുന്നതായ പരിശുദ്ധ മാതാവിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെയും ജീവിതത്തിൽ ദൈവം നമ്മിൽ വസിക്കുന്നുവെങ്കിൽ
പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതിയുടെയും മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആയിരിക്കുന്നുവെങ്കിൽ, ഇതാ മാതാവ് ഞാൻ നിന്നെ പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുത്രൻ തമ്പുരാൻ പരിശുദ്ധ സഭയിലേക്ക് മാതാവിനെ ഏൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ നാം അതിനെ സ്വീകരിക്കുന്നുവെങ്കിൽ, നമ്മോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന മാതാവ് കാനാവിലെ വിരുന്നു ഭവനത്തിൽ എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പുത്രൻ തമ്പുരാനോട് അപേക്ഷിക്കത്തക്കോണം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതത്തിൽ അസമാധാനം ഉണ്ടാകാമായിരുന്ന അവസരങ്ങൾ മാതാവിൻ്റെ സാന്നിധ്യത്താൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്തുതിയുടെയും അനുഭവങ്ങളിലേക്ക് ഉയർത്തുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുവരെ ആ ഭവനത്തിലുണ്ടായിരുന്ന സന്തോഷം വേറൊരു രീതിയിലായിരുന്നു. പിന്നീടുള്ള സന്തോഷത്തെക്കുറിച്ച് വചനത്തിൽ പറയുന്ന അവിടെ പിന്നെ സ്തുതികളും സ്തോത്രങ്ങളുമായിരുന്നു. ദൈവിക അനുഭവത്തിലുള്ള സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ലോകപ്രകാരമുള്ളതായിരിക്കുന്നതായ സന്തോഷമല്ല, പിന്നെയോ ദൈവത്തെ സ്തുതിക്കുന്നതായ, ദൈവത്തെ മൗതികീകരിക്കുന്നതായ, ദൈവത്തെ ഉയർത്തുന്നതായിരിക്കുന്നതായ അനുഭവത്തെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം പങ്കിടേണ്ടിയിരിക്കുന്നത്. ഈ പങ്കിടിയിലാണ് എലിസബത്തിൻ്റെ ഭവനത്തിലും കാണുവാനായിട്ട് നമുക്ക് സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഇന്ന് ഞാനായിരിക്കുന്നതായ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ, ഞാൻ ശുശ്രൂഷിക്കുന്നതായിരിക്കുന്നതായ ആലയങ്ങളിൽ എൻ്റെ ശബ്ദം മുഖാന്തരം എന്താണ് ഞാൻ പകർന്നു നൽകുന്നത്? എൻ്റെ ശബ്ദം, എൻ്റെ വായിൽ കൂടി വരുന്ന വചനങ്ങൾ നിമിത്തം മറ്റുള്ളവർക്ക് സന്തോഷത്തിൻ്റെ അനുഭവത്തെയാണോ എനിക്കിന്ന് പ്രദാനം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ യാതൊരു സംശയവുമില്ല, എൻ്റെ വചനം മറ്റുള്ളവർക്ക് സന്തോഷത്തെ പങ്കിടും. അങ്ങനെ നമ്മെ തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുമെന്നാണ് യേശുവരൻ പറഞ്ഞിരിക്കുന്നത്. ഫലത്താൽ വൃക്ഷത്തെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. നമ്മുടെ ആയിരിക്കുന്നതായ വായിൽ നിന്ന്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് സന്തോഷം നൽകുന്നതായ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ വൃക്ഷം നല്ലതെന്ന് തിരിച്ചറിയുന്നത് പോലെ എൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു, ആ വ്യക്തിയിൽ നാം ഓരോരുത്തരും ദൈവം വസിക്കുന്നുവെന്ന് തിരിച്ചറിയുവാനായിട്ടും സാക്ഷീകരിക്കുവാനായിട്ടും നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ ജീവിതം ഇതാ ഈ വേദവാക്യം നമ്മെ വിളിച്ച് ഓതുകയാണ്. പരിശുദ്ധ കന്യമറിയാമിൻ്റെ ശബ്ദം അവളുടെ ചെവികളിൽ പതിച്ചപ്പോൾ എലിസബത്തിന് സന്തോഷമുണ്ടായി. ആ സന്തോഷം അവിടെ ഉള്ളിൽ കിടന്ന പ്രജയിലേക്ക് വർഷിക്കുന്നതായ അനുഭവം. പ്രജ ഗർഭത്തിൽ സന്തോഷത്താൽ കുതിച്ച് തുള്ളുകയാണ്. തലമുറകളിലേക്ക് ഈ സന്തോഷത്തെ പകർന്നു നൽകുവാൻ സാധിക്കണം. ഈ ലോകത്തിൽ ഇന്ന് നമുക്ക് ആവശ്യമാകുന്നു ഇതാണ്. വരും തലമുറകളിലേക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യത്തക്കവണ്ണമുള്ള ഒരു ജീവിത അനുഭവം അത് പകർന്നു നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്തുമസിൻ്റെ ആയിരിക്കുന്നതായ, സന്തോഷത്തിൻ്റെ ആയിരിക്കുന്നതായ വലിയൊരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നാം ഒരുങ്ങിയാകുന്നുവല്ലോ. സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ക്രിസ്തു ലോകരക്ഷിതാവായി ഈ ലോകത്തിൽ നമ്മുടെ ആയിരിക്കുന്ന അനുഭവത്തെ ജീവിതത്തിലേക്ക് വന്ന് പിറക്കുന്ന അനുഭവം അത് നമ്മുടെ ഓരോരുത്തരെയും ഉള്ളിലേക്കാകണം. അത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് സന്തോഷമാകും. നമുക്കറിയാം, പാതിരാത്രിയുടെ അനുഭവമായിരുന്നിട്ട് പോലും ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് വലിയൊരു വെളിച്ചമായിട്ട് അവിടെ നക്ഷത്രത്തെ കാണുവാൻ സാധിച്ചു. സന്തോഷമുണ്ടെങ്കിൽ പ്രകാശത്തിൻ്റെ അനുഭവത്തെ അവിടെ പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്നു. പക്ഷേ മറ്റൊരു കാര്യം കൂടി ഓർക്കുക, നട്ടുച്ചയായിരുന്നിട്ട് പോലും ക്രിസ്തുവിൻ്റെ ആയിരിക്കുന്നതായ ക്രൂശീകരണ അനുഭവത്തിൽ, അവൻ്റെ ആയിരിക്കുന്നതായ ആ ജീവൻ പോകുന്ന അനുഭവത്തിൽ നട്ടുച്ചയായിട്ട് പോലും ഇരുള് ഉണ്ടായി. ക്രിസ്തുവിൻ്റെ മിഴികൾ എപ്പോഴൊക്കെയും നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവില്ലാതാകുന്നുവോ അവിടെ അന്ധകാരമുണ്ടാകും. ക്രിസ്തുവിൻ്റെ ആയിരിക്കുന്ന കണ്ണുകൾ ഏതൊക്കെ ജീവിതത്തിൽ തുറക്കപ്പെടുന്നുവോ അവിടെ ആ അന്ധകാരമാം അനുഭവത്തിൽ പോലും പ്രകാശത്തിൻ്റെ അനുഭവത്തെ പ്രദാനം ചെയ്യുവാൻ സാധിക്കും. നമ്മുടെ ജീവിതം ഇതിനൊരു മുഖാന്തരമാണ്. ദൈവമേ, എൻ്റെ ഉള്ളിൽ നീ വന്ന് വസിച്ച് മിഴികൾ തുറക്കണമേ. അങ്ങനെയാവുമ്പോൾ ഈ ദൈവിക അനുഭവത്തിൽ എൻ്റെ ആയിരിക്കുന്ന ശബ്ദം മറ്റുള്ളവർക്ക് സന്തോഷം പകരുവാനായിട്ട് ഞാനൊരു മുഖാന്തരമാകണമേ. ഈ വചനമാകുന്ന ഫലം കൊണ്ട് തിരിച്ചറിയുവാൻ, സാക്ഷ്യത്തെ ദൈവത്തിൻ്റെ പൈതലായിട്ട് എന്നെയും നിങ്ങളെയും തിരിച്ചറിയുവാൻ സാധിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ ഓരോരുത്തരെയും അതിനായിട്ട് മുഖാന്തരമാകട്ടെ, വഴി നടത്തുമാറാകട്ടെ. ആമീൻ.
ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.